നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലെ പോർച്ചുഗല് യൂറോ കപ്പിലെ ഗ്രൂപ്പ് സ്റ്റേജിൽ അവരുടെ അവസാന മത്സരത്തിൽ 2-0 ജോർജിയയോട് പരാജയപ്പെട്ട കളിയിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ സ്റ്റാർട്ട് ചെയ്തിരുന്നു. പക്ഷേ 65 മിനിറ്റുകൾക്ക് ശേഷം അദ്ദേഹത്തെ പിൻവലിച്ചു. കോച്ച് ഗോൺസാലോ റാമോസിനെ കളിക്കളത്തിലേക്ക് വിട്ടു. പിൻവലിച്ച ഘട്ടത്തിൽ ക്രിസ്ത്യാനോ ഒട്ടും സംതൃപ്തനായിരുന്നില്ല. അദ്ദേഹത്തിന്റെ മുഖഭാവം കളിക്കളം വിടുമ്പോൾ തന്നെ അത് വ്യക്തമാക്കിയിരുന്നു. കളിക്കളം വിട്ടു പോകുന്ന ഘട്ടത്തിൽ അദ്ദേഹം ആ വാട്ടർ ബോട്ടിൽ തൊഴിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഫ്രസ്ട്രേഷൻ കൃത്യമായിട്ട് കാണിച്ച് അതിനുശേഷമാണ് അദ്ദേഹം ബെഞ്ചിൽ പോയിരുന്നത്. സ്വാഭാവികമായിട്ടും ക്രിസ്ത്യാനോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുമ്പോൾ അത് ഇഷ്ടപ്പെടാത്തയാളാണ്. അദ്ദേഹം അങ്ങനെ പ്രതികരിക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്നലെ എന്തിനങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതൊരു ചോദ്യം തന്നെയാണ്. കാരണം അദ്ദേഹത്തോടൊപ്പം ആദ്യത്തെ 2 മത്സരങ്ങൾ കളിച്ച പ്രധാനപ്പെട്ട താരങ്ങൾ മിക്കവരും വിശ്രമത്തിലാണ്. അവരെ മൂന്നാമത്തെ കളി കളിപ്പിച്ചിട്ടേ ഇല്ല. പക്ഷെ ക്രിസ്ത്യാനോക്ക് 1 മണിക്കൂർ കളിക്കാനുള്ള അവസരം കോച്ച് കൊടുക്കുകയും ചെയ്തു. എന്നിട്ടും അദ്ദേഹം എന്തുകൊണ്ട് ഇങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആയി എന്നുള്ള ചോദ്യത്തിന് വ്യത്യസ്തമായിട്ടുള്ള വിശകലനങ്ങൾ വരുന്നുണ്ട്. അതായത് ക്രിസ്ത്യാനോയോട് നേരത്തെ തന്നെ കോച്ച് പറഞ്ഞിരുന്നു 60 മിനിറ്റ് 65 മിനിറ്റേ കളിപ്പിക്കുകയുള്ളൂ. അത് ഇൻഫോർമേഷൻ നേരത്തെ പാസ് ചെയ്തിട്ടുണ്ട്. കാരണം ഇനി റൗണ്ട് ഓഫ് 16 കളിക്കാനുള്ളതാണ്. പോർച്ചുഗൽ നേരത്തെ റൗണ്ട് ഓഫ് 16 ഉറപ്പാക്കിയതാണ്. അപ്പൊ അത് 2 കളി കളിച്ചയാൾ മൂന്നാമത്തെ കളി കളിക്കുമ്പോൾ കോച്ച് കൃത്യമായിട്ട് അങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും പിന്നെ ക്രിസ്ത്യാനോ എന്തുകൊണ്ട് നിരാശ കാണിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതിന് ഉത്തരം 3 കാര്യങ്ങളാണ് ക്രിസ്ത്യാനോയെ തീർച്ചയായിട്ടും വലിയ നിരാശയിലേക്ക് തള്ളിവിട്ടത്. ഒന്ന്, പോർച്ചുഗീസ് ടീം പരാജയപ്പെടുകയാണ്. താൻ ഇതുവരെ ശ്രമിച്ചുകൊണ്ടിരുന്ന ഗോള് വന്നിട്ടില്ല. അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ തീർച്ചയായിട്ടും ക്രിസ്ത്യാനോക്ക് ഉണ്ടായിരുന്നു. കളിയിൽ ലഭിക്കേണ്ടിയിരുന്ന പെനാൽറ്റി റഫറി നിഷേധിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ ക്രിസ്ത്യാനോ റഫറിയുമായിട്ട് തൻ്റെ നിരാശ പങ്കിടുന്ന രൂപത്തിൽ അദ്ദേഹം കാണിച്ചപ്പോൾ റഫറിയിൽ നിന്ന് യെല്ലോ കാർഡ് കിട്ടുകയും ചെയ്തു. അപ്പം റഫറിയുടെ തീരുമാനത്തിൽ അദ്ദേഹം ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. റഫറിയിങ്ങിനോടുള്ള നിരാശയാണ് അദ്ദേഹം അവിടെ കാണിച്ചത് എന്നുള്ളൊരു വാദമുണ്ട്. അതും ഒരു കാര്യം തന്നെയാണ്. സോ ഗോള് വന്നില്ല, താൻ ആഗ്രഹിച്ച പോലെ ഗോള് വന്നില്ല എന്നുള്ളത് ഒരു മേജർ ടൂർണമെന്റിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ ക്രിസ്ത്യാനോ ഗോൾ അടിക്കാതിരിക്കുന്നത് ചരിത്രത്തിൽ ആദ്യമാണ്. അതിൽ അദ്ദേഹം ഫ്രസ്ട്രേറ്റഡ് ആണ്. പിന്നെ റഫറിങ്ങിൽ അദ്ദേഹം ഫ്രസ്ട്രേറ്റഡ് ആണ്. അതുകൂടിയാണ് അദ്ദേഹം കൃത്യമായിട്ട് അവിടെ കാണിക്കുന്നത്. മൂന്നാമത്തെ കാര്യം, പോർച്ചുഗീസ് താരങ്ങളിൽ നിന്ന് വേണ്ടത്ര മികവ് വരുന്നില്ല. ഇന്നലെ എത്ര ക്രോസുകളാണ് പാഴായി പോകുന്ന തരത്തിൽ അവർ കൊടുത്ത്, കറക്റ്റായിട്ട് കൊടുത്ത് വളരെ തുച്ഛമായിട്ടുള്ള ക്രോസുകളായിരുന്നു. പിന്നെ അന്റോണിയോ സിൽവയുടെ മിസ്റ്റേക്ക് അവരെ 2 തവണ പുറകോട്ട് വലിച്ചു. ആദ്യം ഒരു ഗോളിന് പുറകിൽ നിൽക്കുകയായിരുന്നല്ലോ, ആ ഒരു 2ാമത്തെ മിനിറ്റിൽ തന്നെ ഗോൾ വഴങ്ങിയതൊക്കെ. അതിലൊക്കെ ക്രിസ്ത്യാനോ നിരാശനായിരുന്നു. തന്റെ സഹതാരങ്ങളിൽ നിന്ന് വേണ്ടത്ര മികവ് വരാത്തതിലും അദ്ദേഹം നിരാശനായിരുന്നു. ആ നിരാശയാണ് യഥാർത്ഥത്തിൽ അദ്ദേഹം അവിടെ പ്രകടിപ്പിച്ചത് എന്നാണ് പോർച്ചുഗീസ് മാധ്യമങ്ങളുടെ വിലയിരുത്തൽ. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സിൽ എത്താം.